ഹായ് ഹലോ സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് പനി പിടിച്ചിന്, പനിയും ജലദോഷമൊക്കെ. ഓക്കെ, സോറി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആക്ഷൻ എന്താണെന്നാണ്. അടുത്ത ഇതിലേക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കുള്ള ആക്ഷൻ എന്താണെന്നാണ്, അവരുടെ ആക്ഷൻ തോട്ട്സ് എന്താണെന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഷഫിൾ ചെയ്യാണ് കാർഡ്. ഫസ്റ്റ് കാർഡ് പേജ് ഓഫ് സോഴ്സ് ആണ്. സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വൺസ് ആണ്. തേർഡ് കാർഡ് വന്നിരിക്കുന്നത് സണ്ണാണ്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ്. 10 ഓഫ് പെൻഡിക്കിൾ, കിങ് ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് സോഴ്സ്, 5 ഓഫ് പെൻഡിക്കിൾ. ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ഡെക്ക്. അതേപോലെ 6 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് എടുക്കാം. ഫസ്റ്റ് വന്നത് പേജ് ഓഫ് സോഴ്സ് ആണ്. അവർ നിങ്ങളുടെ ഓർമ്മകളിലാണെന്നാണ് പറയുന്നത്. അവിടെ എന്തൊക്കെയോ കാര്യത്തിൽ ഭയങ്കര ബിസിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്ത് ബിസിയിലായിട്ടും എന്താണ്, നിങ്ങളുടെ ഓർമ്മയിലാണ് അവർ. താക്കി റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. ആർക്കെപ്പോഴും വേണമെങ്കിൽ വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏസ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ അവരൊരു നിങ്ങളിലൊരു സ്റ്റാൻഡ് എടുക്കണം, ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളിൽ ഭയങ്കര അറ്റാച്ച്ഡാണ്. ഭയങ്കര എന്താ പറയുക, അഡിക്ഷൻ പരമായിട്ട് അവരാകെ ഇതിലാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇത് സണ്ണ് പ്രോസ്പെരിറ്റി, അബണ്ടൻസ്. നിങ്ങളൊരു സണ്ണായിട്ടാണ് അവർ കാണുന്നത്. സൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, നിങ്ങളൊരു ഭാഗ്യമാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഇതിവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇല്ലാത്ത ആളുകളാണ് കേട്ടോ. രണ്ടും ഉണ്ട്, നോ കോണ്ടാക്ട് സിറ്റുവേഷനും അല്ലാത്തതും ഉണ്ട്. ഇത് ലവേഴ്സ്. അവർ നിങ്ങളെ ലവേഴ്സായിട്ടാണ് കാണുന്നത്. ഇതിലിപ്പോൾ അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരണം. കുറച്ച് ടൈം ലാഗിങ് ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളിലേക്ക് വരുന്ന ഭയങ്കര ഇമോഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് എടുക്കണമെന്നുണ്ട്. കണ്ടോ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളോട് നല്ല രീതിയിൽ പറഞ്ഞ് അവതരിപ്പിക്കണം. അബണ്ടൻസ് ആണ് ഈ കാർഡിനെ സൂചിപ്പിക്കുന്നത്. ഫുൾഫിൽമെൻറ്റ്, അബണ്ടൻസ്, ഫാമിലി എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളിലൊരു സ്റ്റാൻഡ് എടുക്കുകയും നിങ്ങളിൽ അവരുടെ ജീവിത പങ്കാളിയായിട്ട് കൂടെ കൂട്ടണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. 5 ഓഫ് പെൻഡിക്കിൾ പറഞ്ഞാൽ അവരൊരു മണിപരമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളിലൊക്കെ ആണ്. ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, മണിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. അവർക്കൊരു സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളത്. പക്ഷേ എന്തായാലും സമയം എടുക്കുമെന്നാണ് പറയുന്നത്. കുറച്ച് സമയം എടുക്കും നിങ്ങളിലേക്ക് വരാൻ. ഓക്കെ, പിന്നെ ചിലവർക്ക് കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ഉണ്ടാവാം. പക്ഷേ ചിലർക്ക് ഉണ്ടാവില്ല. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അവർ നിങ്ങളൊന്നും പറയാതെ ഗോസ്റ്റായിട്ട് പോയിട്ടുണ്ടാവും, ഗോസ്റ്റിംഗ് മൂഡിലായി. അപ്പോൾ ഇതാണ് അവരുടെ ഇപ്പോഴത്തെ മൈൻഡ്. അവരെ കെട്ടിവെച്ച പോലെ, അവർക്കൊന്നും അനങ്ങാൻ പറ്റുന്നില്ല. അവരാകെ സ്റ്റക്കഡായൊരവസ്ഥ. നിങ്ങളിലേക്ക് വന്ന് സ്റ്റാൻഡ് എടുക്കണം എന്നൊക്കെ അവർക്കുണ്ട്. പക്ഷേ അവരാഗ്രഹിക്കുന്നത് എന്താണ്, അവരുടെ മണി പ്രശ്നങ്ങളും പ്രോബ്ലംസും ഹെൽത്തി പ്രോബ്ലംസും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഹാങ്ഡ് മാൻ പഴയ കാര്യങ്ങളിൽ അവർ ഓർക്കാറുണ്ട്. മെമ്മറീസ്, പഴയ കാര്യങ്ങൾ, നിങ്ങളുപരമായിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ട്. ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ അയാൾ തല കീഴായി ചിന്തിക്കണം. അയാൾക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല ഈ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട്. ആ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ
ക്ലാരിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ട് ആകെ ടെൻഷനാണ്, ഒരു ഭയങ്കര ടെൻഷൻ, അതേപോലെ തന്നെ ഉത്കണ്ഠ, ആൻസൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ അവരിപ്പോൾ ഒരു ബാഡ് ടൈമിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കാര്യമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് വരണമെന്നും അവർ നിങ്ങൾക്ക് സ്റ്റാൻഡ് എടുക്കണമെന്നും ഒരു പുതിയൊരു ന്യൂ ബിഗിനിങ് വേണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് അവരതൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അവർ പണത്തിൻ്റെ പ്രശ്നങ്ങളും ജോബ് കരിയർ അങ്ങനെയുള്ള ഓരോ ഇഷ്യൂസും ഫാമിലി ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഓരോ ഇഷ്യൂസിലൊക്കെ പെട്ടിട്ട് അവർ പിന്നെ നമുക്ക് ശരിയായ രീതിയിൽ സമയമാകുമ്പോൾ പോയി അവരോട് കാര്യങ്ങൾ തുറന്ന് പറയാമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇതിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫുണ്ട്, അവർക്കൊരു കുട്ടി ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ളൊരു ഇതിൽ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സോൾമേറ്റോ ഒരു ഡിവൈൻ കണക്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ മനപ്പൊരുത്തവും ഭയങ്കര ഇൻറ്റിമസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അയാൾക്കും നിങ്ങളെ വിട്ടുപിരിയാൻ കഴിയാത്ത അവസ്ഥ, നിങ്ങൾക്കും അവരെ വിട്ടുപിരിയാൻ കഴിയാത്ത അവസ്ഥ, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷൻപരമായിട്ടും എല്ലാം അറ്റാച്ച്മെൻറ്റ് ഭയങ്കര ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിങ്. അവരൊരു സ്റ്റാൻഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു ടൈം ഒന്ന് മാറിക്കിട്ടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു റീഡിങ്ങായിട്ട് വരാം. പിന്നെ ഞാൻ പറഞ്ഞു ജനറൽ റീഡിംഗ് ആണ്, അതിൻ്റെ സ്പിരിറ്റിലെടുക്കുക. ഓക്കെ, അതിൻ്റേതായ സ്പിരിറ്റിലെടുക്കുക, പിന്നെ വിട്ടുകളയാൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.